നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരുടെയും സൂപ്പർ സ്റ്റാറുകളുടെയും പട്ടികയിൽ ഇടം പിടിച്ച, തമിഴിൽ മാത്രമല്ല ബോളിവുഡിലും ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ച നടനാണ് ധനുഷ്. നടൻ എന്നതിലുപരി സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, ഗായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം തന്റെ കഴിവ് തെളിയിച്ച നടനാണ് ധനുഷ്. സിനിമാ കുടുംബത്തിൽ നിന്നാണ് വരവെങ്കിലും 23 വർഷത്തെ കഠിന അധ്വാനമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് നടനെ എത്തിച്ചത്. ധനുഷും ഭാര്യയും ചലച്ചിത്ര സംവിധായകയുമായ ഐശ്വര്യ രജനീകാന്തും 18 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം വേർപിരിയൽ പ്രഖ്യാപിച്ചപ്പോൾ ഒട്ടേറെ ആരാധകരാണ് ആ തീരുമാനത്തിൽ നിരാശരായത്. ധനുഷും ഐശ്വര്യയും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വേർപിരിയൽ അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ പങ്കുവച്ചിരുന്നു. വേർപിരിയലിന് ശേഷം ധനുഷിന്റെയും മറ്റ് നടിമാരുടെയും പേരിൽ നിരവധി ഗോസിപ്പുകൾ വന്നിരുന്നു. ഇപ്പോഴിതാ ധനുഷും ബോളിവുഡ് താരം മൃണാൾ താക്കൂറും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. നടിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് ധനുഷ് കമന്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉയർന്നത്. ഓഗസ്റ്റിൽ നടന്ന ഒരു സിനിമാ പ്രീമിയറിൽ നിന്നുള്ള ഇരുവരുടെയും ചിത്രങ്ങളാണ് ഇത്തരം അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടത്. എന്നാൽ ഈ കമന്റിന് പിന്നിൽ പ്രണയമല്ലെന്നും ട്വിസ്റ്റ് ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടുകയാണ് ധനുഷ് ആരാധകർ. അടുത്തിടെയാണ് സിദ്ധാർത്ഥ് ചതുർവേദിക്കൊപ്പം അഭിനയിക്കുന്ന ദോ ദീവാനെ ഷെഹർ മേം എന്ന സിനിമ മൃണാൾ താക്കൂർ അനൗൺസ് ചെയ്തത്. അനുരാഗ് സൈക്കിയ ഒരുക്കിയ ചിത്രത്തിന്റെ തീം മ്യൂസിക് ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ടീസർ നടി പങ്കുവച്ചിരുന്നു. ഈ പോസ്റ്റിന് താഴെ ധനുഷ കമന്റ് ചെയ്തതാണ് നെറ്റിസൻസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ലുക്സ് ആൻഡ് സൗണ്ട്സ് ഗുഡ് എന്നാണ് ധനുഷ് കുറിച്ചത്. ഹൃദയത്തിന്റെയും സൂര്യകാന്തിയുടെയും ഇമോജികളുമായി മൃണാൾ മറുപടിയും നൽകി. ഈ കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അതിവേഗം ഇന്റർനെറ്റിൽ പ്രചരിച്ചു. തലൈവൻ തലൈവി എന്ന് കുറിച്ചുകൊണ്ടാണ് ചിലർ ഈ സ്ക്രീൻഷോട്ടുകൾ എക്സിൽ പങ്കുവച്ചത്. പരസ്പരം പിന്തുണയ്ക്കുന്ന രണ്ട് അഭിനേതാക്കളെ പ്രണയത്തിലാക്കിയിട്ട് എന്താണെന്ന് പ്രതികരിക്കുന്നവരെയും ഓൺലൈൻ ഇടങ്ങളിൽ കാണാം. ഈ വർഷം ആദ്യം നടന്ന സൺ ഓഫ് സർദാർ 2 പ്രീമിയറിൽ കണ്ടുമുട്ടിയ ഇരുവരും ആലിംഗനം ചെയ്യുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതാണ് ഡേറ്റിംഗ് അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടത്. ധനുഷിന്റെ കമന്റ് ഈ കിംവന്തിക്ക് ആക്കം കൂട്ടി. എന്നാൽ രസകരമായ സംഗതി, മൃണാൾ പങ്കുവച്ച ടീസറിലെ പശ്ചാത്തല സംഗീതമാണ്. ധനുഷും ശ്രുതി ഹാസനും പ്രധാന വേഷങ്ങളിലെത്തിയ 3 എന്ന ചിത്രത്തിലെ സംഗീതവുമായി ടീസറിലെ BGMന് സാമ്യമുണ്ട്. 2012 ഇറങ്ങിയ ഈ തമിഴ് ചിത്രത്തിന് അനിരുദ്ധ് രവിചന്ദ്രനാണ് ഈണം നൽകിയത്. നടൻ ഇത് ചൂണ്ടിക്കാട്ടിയാണ് സൗണ്ട്സ് ഗുഡ് എന്ന് കമന്റ് ചെയ്തതെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം വീണ്ടും ബോളിവുഡിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ധനുഷ്. ധനുഷിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് തേരെ ഇഷ്ക് മേൻ. ആനന്ദൽ റായ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കൃതി സനോനാണ് ധനുഷിന്റെ നായികയായി എത്തുന്നത്. ഹിന്ദി, തമിഴ് ഭാഷകളിൽ റിലീസിനൊരുങ്ങുന്ന ചിത്രം നവംബർ 28-നാണ് തിയേറ്ററുകളിൽ എത്തുക. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ധനുഷ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. പ്രണയം നഷ്ടമായതിന്റെ മുഖമാണ് തനിക്കെന്നാണ് ധനുഷ് പറഞ്ഞത്. ANIക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ധനുഷിന്റെ രസകരമായ വാക്കുകൾ. പ്രണയം നഷ്ടമായതിന്റെ മുഖമാണ് എനിക്ക്. ഹൃദയം തകർന്ന വ്യക്തിയുടെ മുഖം. ആനന്ദ് എന്നെ ഇത്തരം കഥാപാത്രങ്ങൾക്കാണ് വിളിക്കുന്നത്. എന്നെ എന്തിനാണ് ഇത്തരം വേഷങ്ങൾക്കായി വിളിക്കുന്നത് എന്ന് ഞാൻ സംവിധായകനോട് ചോദിച്ചു. അപ്പോൾ കൃതിയാണോ ആനന്ദാണോ ഇത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. പ്രണയം നഷ്ടമായവന്റെ മുഖമാണ് നിങ്ങൾക്കെന്നായിരുന്നു മറുപടി. അന്ന് വീട്ടിലെത്തിയപ്പോൾ കണ്ണാടിയിൽ പോയി എൻ്റെ മുഖം നോക്കി. ശരിക്കും അങ്ങനെയാണോ എന്ന് അറിയാൻ അതൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത് എന്നും ധനുഷ് പറഞ്ഞു. തേരെ ഇഷ്ക് മേനിലെ ശങ്കറിനെ തനിക്കിഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വളരെയധികം വെല്ലുവിളികളുണ്ട്. രാഞ്ജനയിലെ കുന്ദനായാലും അങ്ങനെ തന്നെയാണ്. കുന്ദനെ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ കുറച്ച് പാടായിരിക്കും, എന്നാൽ ശങ്കറിനെ ഇഷ്ടപ്പെടാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹത്തിൻ്റെതായ വെല്ലുവിളികളുണ്ട്. അതേക്കുറിച്ച് തനിക്കിപ്പോൾ കൂടുതലായൊന്നും പറയാൻ കഴിയില്ല എന്നും ധനുഷ് പറഞ്ഞിരുന്നു. അത്രങ്കിരെ, രാഞ്ജന എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ആനന്ദും ധനുഷും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് തേരെ ഇഷ്ക് മേൻ. അതേസമയം 18 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം 2022 ജനുവരിയിലാണ് ധനുഷും ഐശ്വര്യയും വേർപിരിഞ്ഞത്. 2004-ലാണ് ധനുഷും ഐശ്വര്യയും വിവാഹിതരായത്. വിവാഹിതനാകുമ്പോൾ ധനുഷിന് 21 വയസ്സും ഐശ്വര്യയ്ക്ക് 23 വയസ്സുമായിരുന്നു പ്രായം. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മകളാണ് ഐശ്വര്യ രജനീകാന്ത്. പൊരുത്തപ്പെടാനാകാത്ത അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞിരുന്നു. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മകളാണ് ഐശ്വര്യ രജനീകാന്ത്. പൊരുത്തപ്പെടാനാകാത്ത അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഇരുവരും വേർപിരിഞ്ഞത്. സംവിധായക എന്ന നിലയിൽ 3 ഐശ്വര്യയ്ക്ക് അഭിനന്ദനം നേടിക്കൊടുത്ത സംരംഭമായിരുന്നു
ധനുഷായിരുന്നു നായകൻ. ധനുഷ് താരമെന്നതിനൊപ്പം നല്ല നടൻ എന്ന നിലയിലേക്കും ഇതിനോടകം ഉയർന്നിരുന്നു. 2 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി. സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഗായകൻ, ഗാനരചയിതാവ്, നിർമ്മാതാവ് എന്നിങ്ങനെ സിനിമയുടെ പല മേഖലയിലും തിളങ്ങി നിൽക്കുകയാണ് ധനുഷ്. യാത്രയും ലിംഗയുമാണ് ഇവരുടെ മക്കൾ. ആരാധകർക്കിടയിൽ ഇവരുടെ വിവാഹമോചന വാർത്ത സൃഷ്ടിച്ച ഞെട്ടൽ ചെറുതായിരുന്നില്ല. സുഹൃത്തുക്കളായും ദമ്പതികളായും മാതാപിതാക്കളായും അഭ്യുതകാംക്ഷ 18 വർഷം ഒരുമിച്ച് കഴിഞ്ഞു. വളരാനും മനസ്സിലാക്കാനും പൊരുത്തപ്പെടാനും ശ്രമിച്ച യാത്രയായിരുന്നു. ഇന്ന് വഴികൾ വേർപിരിയുന്ന ഇടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഐശ്വര്യയും ഞാനും ദമ്പതികളെന്ന നിലയിൽ വേർപിരിയാനും വ്യക്തികളെന്ന നിലയിൽ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാനും തീരുമാനിച്ചു എന്നാണ് വേർപിരിയൽ വാർത്ത പങ്കുവെച്ച് ധനുഷ് അന്ന് എക്സിൽ കുറിച്ചിരുന്നത്. കോടതി നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കഴിഞ്ഞ വർഷമായിരുന്നു കോടതി ഇരുവർക്കും വിവാഹമോചനം അനുവദിച്ചത്. വേർപിരിഞ്ഞെങ്കിലും മക്കളുടെ ആവശ്യങ്ങൾക്കായി ഇരുവരും ഒന്നിച്ചെത്താറുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മകൻ യാത്രയുടെ ഗ്രാജുവേഷൻ ചടങ്ങിൽ ഒരുമിച്ചെത്തിയ ധനുഷിന്റെയും ഐശ്വര്യയുടെയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. മകനെ ആലിംഗനം ചെയ്യുന്ന ഇരുവരുടെയും ചിത്രത്തിനൊപ്പം പ്രൗഡ് പാരന്റ്സ് എന്ന ക്യാപ്ഷനും ധനുഷ് നൽകിയിരുന്നു. ആരാധകരടക്കം നിരവധി ആളുകളാണ് യാത്രയ്ക്ക് ആശംസ അറിയിച്ച് പോസ്റ്റിൽ കമന്റ് ചെയ്തിരുന്നത്. മകനായി ഒരുമിച്ചെത്തിയ ധനുഷിനെയും ഐശ്വര്യയെയും നിരവധി പേർ പ്രശംസിച്ചിരുന്നു. അതേസമയം ദുബായ് വാച്ച് വീക്കിൽ പങ്കെടുക്കുന്നതിനിടെ തന്റെ പ്രിയപ്പെട്ട വാച്ച് ഏതെന്ന് ധനുഷ് പറഞ്ഞിരുന്നു. ലക്ഷങ്ങൾ വില വരുന്ന ഏതെങ്കിലും ബ്രാൻഡിന്റെ വാച്ച് ആയിരിക്കും നടൻ പറയുക എന്നാണ് ഏവരും പ്രതീക്ഷിച്ചത്. എന്നാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ 100 രൂപയിൽ കുറഞ്ഞ ഒരു വാച്ച് അമ്മ വാങ്ങി തന്നിരുന്നുവെന്നും പേരൊന്നുമില്ലാത്ത ഒരു പ്ലാസ്റ്റിക്കിൻ്റെതാണ് അതെന്നും നടൻ പറഞ്ഞിരുന്നു. ഈ വാച്ചാണ് തന്റെ പ്രിയപ്പെട്ട വാച്ചെന്നും ധനുഷ് പറഞ്ഞു. പ്രവർത്തിക്കുന്നില്ലെങ്കിലും ആ വാച്ച് ഇപ്പോഴും തന്റെ വീട്ടിൽ ഒരു പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ടെന്നും ധനുഷ് പറഞ്ഞിരുന്നു. ഞാൻ വളരെ സാധാരണമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ വാങ്ങി തന്ന 100 രൂപയിൽ കുറഞ്ഞ ഒരു വാച്ചുണ്ട്. ബാറ്ററി തീർന്നാൽ വാച്ചിന്റെ ഉപയോഗം കഴിയും. അത് പല നിറങ്ങളിൽ ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരിമാരും ഞാനും വയലറ്റ്, മഞ്ഞ, പച്ച നിറങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തു. അത് വളരെ ആകർഷണമുള്ള ഒന്നായിരുന്നു. ബാറ്ററി തീർന്നാലും ഞാൻ ആ വാച്ച് കെട്ടി സ്കൂളിൽ പോകുമായിരുന്നു. അത് സമയം കാണിക്കുന്നത് നിർത്തിയിട്ടും ഞാനത് ധരിക്കുമായിരുന്നു. എനിക്ക് ആ വാച്ചിനോട് ശരിക്കും പ്രണയമായിരുന്നു, ധനുഷ് പറഞ്ഞു. ധനുഷിനെ നായകനാക്കി ആനന്ദ് റായ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തേരെ ഇഷ്ക് മേ. ഒരു ലവ് സ്റ്റോറിയായി പുറത്തിറങ്ങുന്ന സിനിമ ഇതിനോടകം വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൃതി സനോണാണ് സിനിമയിലെ നായിക. AR റഹ്മാനാണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കുന്നത്. സിനിമയിലെ ഗാനങ്ങളെല്ലാം ഇപ്പോൾ തന്നെ വലിയ ഹിറ്റാണ്. നവംബർ 28-ന് സിനിമ പുറത്തിറങ്ങും.